ആഗോളതാപനം, അന്തരീക്ഷ മലിനീകരണം, ലോകരാജ്യങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് ഇതെല്ലാം. ലോകരാജ്യങ്ങൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നതിനുണ്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഓട്ടോമൊബൈൽ എമിഷൻസ് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതത് രാജ്യങ്ങളുടെ എമിഷൻ സ്റ്റാൻഡേർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ അനുശാസിക്കുന്ന എമിഷൻ സ്റ്റാൻഡേർഡ്സിനെയാണ് ഭാരത് സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത്. BS അഥവാ ഭാരത് സ്റ്റേജ് എന്തെല്ലാമെന്നും വാഹനങ്ങൾ പുറന്തള്ളപ്പെടുന്ന എമിഷൻസ് എന്തെല്ലാമെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സ്കൈവീൽസ് മോട്ടോ ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന എമിഷൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം. പ്രധാനമായും 3 തരത്തിലാണ് എമിഷൻസ് പുറപ്പെടുന്നത്. സൾഫർ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, അതുപോലെ തന്നെ പർട്ടിക്കുലർ മാറ്റേഴ്സായ കരിയും പുകയും ഇവയെല്ലാമാണ് പ്രധാനമായും വാഹനത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്. നമ്മുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ അത് എഞ്ചിനുമായി പ്രവർത്തിക്കുമ്പോൾ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോഴാണ് സൾഫർ ഓക്സൈഡുകൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പുറന്തള്ളപ്പെടുന്ന സൾഫർ ഓക്സൈഡുകൾ വെള്ളവുമായി റിയാക്ട് ചെയ്യുകയും അസിഡിക് സ്വഭാവമായി സൾഫ്യൂരിക് ആസിഡായി മാറുകയും നമ്മുടെ അന്തരീക്ഷത്തിന് മലിനമായി. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ധനത്തിലെ സൾഫറാണ് ഇതിന് കാരണമെങ്കിൽ BS സ്റ്റാൻഡേർഡ് വന്നതോടുകൂടി വാഹനങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽസിലും ഈ നിയമം ബാധകമാണെന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു എമിഷനാണ് നൈട്രജൻ ഓക്സൈഡ്. വാഹനം പ്രവർത്തിക്കുമ്പോൾ അമിതമായ പ്രഷറും ടെമ്പറേച്ചറും കാരണം നൈട്രജനും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യുകയും അത് നൈട്രജൻ ഓക്സൈഡ് എന്ന ദോഷകരമായ വാതകമായി പുറന്തള്ളുകയും പെടുകയാണ് ചെയ്യുന്നത്. വാഹനം പ്രവർത്തിക്കുമ്പോൾ ഒരു പരിധിവരെ നൈട്രജൻ ഓക്സൈഡുകൾ നമുക്ക് തടയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം ശക്തമായി വന്നത്. ഇവ തടയുന്നതിന് കാറ്റലിറ്റിക് കൺവേർട്ടിലൂടെ നൈട്രജൻ ഓക്സൈഡ് കടത്തി വീഴുകയും ദോഷകരമല്ലാത്ത വാതകങ്ങളായി അത് പുറന്തള്ളുകയും ചെയ്യുക എന്നതാണ് ഇതിനുള്ളൊരു ഉപാധി. മറ്റൊരു എമിഷനാണ് കരിയും പുകയും. ഇത് എല്ലാ വാഹനങ്ങളും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ കൃത്യമായ സർവീസുകൾ നടത്തുന്ന ഒരു വാഹനത്തിനും ഒരു പരിധിവരെ നമുക്ക് ഇത്രയും കരിയും പുകയും വരാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. നമ്മുടെ ഷോറൂമിനകത്ത് പൊല്യൂഷൻ സെൻറ്റർ നടത്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന പല വാഹന ഉടമകൾക്കും തങ്ങളുടെ വാഹനം BS4 ആണോ BS6 ആണോ എന്ന് പോലും അറിയില്ല. യഥാർത്ഥത്തിൽ വാഹന നിർമ്മാതാക്കൾ 2012 ശേഷം ഇറങ്ങിയ എല്ലാ വാഹനങ്ങളും BS4 ആയിട്ടും 2017 തൊട്ട് അല്ലെങ്കിൽ 16 തൊട്ട് തന്നെ BS6ലേക്കും കൺവേർട്ട് ആയിട്ടുണ്ട്. നിങ്ങളുടെ വാഹനം BS4 BS6 വാഹനങ്ങളാണെങ്കിൽ 1 വർഷത്തെ സ്മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ BS3 ആണെങ്കിൽ അത് 6 മാസമായിട്ടാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ വാഹനങ്ങൾ സ്മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പല വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുകകളെ നമുക്ക് 3ആയി തരംതിരിക്കാം. പ്രധാനമായും കറുത്ത പുക, അതല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ അല്ലെങ്കിൽ ബ്ലൂയിഷ് നിറമുള്ള പുകയും പുറപ്പെടാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ വെള്ള പുകയും പുറപ്പെടുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. കറുത്ത പുക പ്രധാനമായും സംഭവിക്കുന്നത് എഞ്ചിനകത്ത് ഫ്യൂവൽ നല്ല രീതിയിൽ ഓക്സിജനുമായി മിക്സ് ആവാതിരിക്കുകയും പരിപൂർണമായി കത്താതിരിക്കുമ്പോഴാണ് നമുക്ക് കറുത്ത പുക കാണാൻ കഴിയുന്നത്. ഫ്യൂവലും ഓക്സിജനും കൃത്യമായ അളവിൽ മിക്സ് ആവുകയും അത് നല്ല രീതിയിൽ കത്തുകയും ചെയ്താൽ മാത്രമേ എഞ്ചിൻ പരിപൂർണമായി പ്രവർത്തനക്ഷമതയോടെ കൂടി പ്രവർത്തിക്കുകയുള്ളൂ. ഇതിന് പ്രധാനമായി തടസ്സമായി നിൽക്കുന്നത് പരിപൂർണമായി എയർ കടന്നു വരാതിരിക്കുക എന്നതാണ്. നമ്മുടെ വാഹനത്തിലുള്ള എയർ ഫിൽറ്റേഴ്സുകൾക്ക് വല്ല തടസ്സം സംഭവിച്ചാൽ ഇത് കറുത്ത പുകയ്ക്ക് കാരണമായേക്കാം. എഞ്ചിനിലേക്ക് എയർ കടത്തിവിടുന്ന ഒരു ഉപകരണമാണ് ടർബോ ചാർജർ. അതുകൊണ്ട് തന്നെ ടർബോ ചാർജറിൻ്റെ ഏതെങ്കിലും കേടുപാടുകൾ മൂലവും നമ്മൾ കൃത്യമായ മിക്സിങ് നടക്കാതിരിക്കുകയും കറുത്ത പുക സംഭവിക്കാനും സാധ്യതയുണ്ട്. എയറും തമ്മിൽ മിക്സ് ചെയ്യിക്കപ്പെടുന്നത് ഫ്യൂൽ ഇഞ്ചക്ടറുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ടറുകളുള്ള കേടുപാടുകൾ ഇതിനെ സാരമായി ബാധിക്കും. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഫ്യൂവലുകൾ സപ്ലൈ ചെയ്യുന്നത് ഫ്യൂവൽ പമ്പുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ പമ്പുകൾക്കുള്ള ഡാമേജസും കറുത്ത പുക വരാനുള്ള സാധ്യതയായി നമുക്ക് കാണേണ്ടതുണ്ട്. അടുത്തതായി ഗ്രേയിഷ് അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് നിറമുള്ള പുകയാണ് കണ്ടുവരുന്നത്. അത് പ്രധാനമായും ഓയിൽ കത്തുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ വാഹനങ്ങളിൽ എൻജിൻ ഓയിൽ ഗണ്യമായി കുറയുകയാണെങ്കിൽ അത് എൻജിന് ആവശ്യമായ ലൂബ്രിക്കേഷൻ ലഭിക്കാതെ വരികയും അത് ഓടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് സീസായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി കണ്ടുവരുന്നത് കടുത്ത വെള്ളപ്പുകയാണ്. അത് എഞ്ചിനകത്ത് കൂളൻ്റ് കത്തുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ വാഹനത്തിൽ വെള്ളപ്പുക കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂളൻറ്റിൻ്റെ അളവോ നിറമോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുമാനിക്കണം അത് നിങ്ങളുടെ വാഹനത്തിൽ കൂളൻ്റ് എഞ്ചിനകത്ത് കത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഓയിൽ മിക്സ് ആവാനുള്ള പ്രധാന കാരണങ്ങളായി കാണുന്നത് എഞ്ചിൻ്റെ ഹെഡിലും അതുപോലെ തന്നെ ക്രാങ്ക് കേസിലുമുള്ള സീലൻറ്റുകൾക്കും ഓറിങ്ങുകൾക്കും എല്ലാം തന്നെ വരുന്ന ഒരു ഡാമേജസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിലുള്ള പിസ്റ്റനും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓയിൽ കൃത്യമായ ലീക്കേജ് വരികയും അത് പ്രഷർ
വാൾവിനകത്ത് വന്നുകൊണ്ട് കത്തി അത് ഇത്തരത്തിലുള്ള പുകയായി മാറുന്നതിനും സാധ്യതയുണ്ട്. ഈ വീഡിയോയിലൂടെ എമിഷൻ സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമെന്നും വാഹനം പുറന്തള്ളപ്പെടുന്ന എമിഷൻസ് എന്തെല്ലാമെന്നും പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള കാരണങ്ങളും അതിനുള്ള നിർദ്ദേശങ്ങളും നമ്മൾ ഇതിലൂടെ തന്നെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും അത് പരിപൂർണമാണെന്നും കരുതുന്നില്ല. തീർച്ചയായും ഒരു മെക്കാനിക്കലിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങളത് വിലയിരുത്തുക. മാത്രമല്ല യൂസ്ഡ് വാഹനങ്ങൾ മേടിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നമുക്ക് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.